ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് 2024-2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. ഇത് പാർട്ട് 4 ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 30 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. സൈബർ തട്ടിപ്പിന് എതിരെയുള്ള ടോൾ ഫ്രീ നമ്പർ. സൈബർ തട്ടിപ്പിന് എതിരെയുള്ള ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1930. 1930 സൈബർ തട്ടിപ്പിനെതിരെയുള്ള ടോൾ ഫ്രീ നമ്പർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത്. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് കസാൻ, റഷ്യ. റഷ്യയിലെ കസാനിലാണ് 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. അപ്പോൾ സൈബർ തട്ടിപ്പിനെതിരെയുള്ള ടോൾ ഫ്രീ നമ്പറാണ് 1930. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഇന്തോനേഷ്യ. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് കസാൻ, റഷ്യ. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത്. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസിലാണ് 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി. കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് OR കേളു. OR കേളു ആണ് നിലവിലെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രിയാണ് K രാധാകൃഷ്ണൻ. അപ്പോൾ 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് OR കേളു. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രിയാണ് K രാധാകൃഷ്ണൻ. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി. ജമ്മു കാശ്മീരിലെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? ഒമർ അബ്ദുള്ള. ഒമർ അബ്ദുള്ളയാണ് ജമ്മു കാശ്മീരിലെ നിലവിലെ മുഖ്യമന്ത്രി. ശ്രീലങ്കൻ പ്രധാനമന്ത്രി. ശ്രീലങ്കയുടെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ്? ഹരിണി അമർസൂര്യ. ഹരിണി അമർസൂര്യയാണ് ശ്രീലങ്കയുടെ നിലവിലെ പ്രധാനമന്ത്രി. കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവിയാണ് വഹിക്കുന്നത്? കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവിയാണ് വഹിക്കുന്നത്? ബീഹാർ. കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ബീഹാർ സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവിയാണ് വഹിക്കുന്നത്. അടുത്തിടെ പ്രധാനമന്ത്രി രാജ്യത്തിനു സമർപ്പിച്ച സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്തിടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ജമ്മു കാശ്മീരിലെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള. ശ്രീലങ്കയുടെ നിലവിലെ പ്രധാനമന്ത്രിയാണ് ഹരിണി അമരസൂര്യ. കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവിയാണ് വഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബീഹാറിലെ. അടുത്തിടെ പ്രധാനമന്ത്രി രാജ്യത്തിനു സമർപ്പിച്ച സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തര കൊറിയ. ഉത്തര കൊറിയയാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്.
കോവിഷീൽഡ് എന്ന കോവിഡ്-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? കോവിഷീൽഡ് എന്ന കോവിഡ്-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? ആസ്ട്രാസെനെക്ക. ആസ്ട്രാസെനെക്ക എന്ന കമ്പനിയാണ് കോവിഷീൽഡ് എന്ന കോവിഡ്-19 വാക്സിൻ നിർമ്മിച്ചത്. 2024 നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ. 2024 നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാണ്? കാരിച്ചാൽ ചുണ്ടൻ. കാരിച്ചാൽ ചുണ്ടനാണ് 2024 നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ. 2024 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം. 2024 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം ആരാണ്? സാജൻ പ്രകാശ്. സാജൻ പ്രകാശ് ആണ് 2024 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം. അപ്പോൾ ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ ഉത്തര കൊറിയ. കോവിഷീൽഡ് എന്ന കോവിഡ്-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനിയാണ് ആസ്ട്രാസെനെക്ക. 2024 നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് കാരിച്ചാൽ ചുണ്ടൻ. 2024 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. ഇന്ത്യയിലെ പുതിയ യുദ്ധക്കപ്പലുകൾ ഏതൊക്കെ? ഇന്ത്യയിലെ പുതിയ യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയാണ്? INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ. INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ എന്നതാണ് ഇന്ത്യയിലെ പുതിയ യുദ്ധക്കപ്പലുകൾ. ആട്ടം എന്ന ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിൻ്റെ സംവിധായകൻ. ആട്ടം എന്ന ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? ആനന്ദ് ഏകർഷി. ആനന്ദ് ഏകർഷിയാണ് ആട്ടം എന്ന ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിൻ്റെ സംവിധായകൻ. ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതി. ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതി എന്താണ്? ഗോത്രസാരഥി. ഗോത്രസാരഥിയാണ് ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള പദ്ധതി. സ്കൂൾ ബസ്സുകളുടെ സഞ്ചാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതിയതായി കൊണ്ടുവന്ന ആപ്പ്. സ്കൂൾ ബസ്സുകളുടെ സഞ്ചാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് പുതിയതായി കൊണ്ടുവന്ന ആപ്പാണ് വിദ്യാവാഹൻ. വിദ്യാവാഹനാണ് സ്കൂൾ ബസ്സുകളുടെ സഞ്ചാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതിയതായി കൊണ്ടുവന്ന ആപ്പ്. അപ്പോൾ ഇന്ത്യയിലെ പുതിയ യുദ്ധക്കപ്പലുകളാണ് INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ. ആട്ടം എന്ന ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിൻ്റെ സംവിധായകനാണ് ആനന്ദ് ഏകർഷി. ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗോത്രസാരഥി. സ്കൂൾ ബസ്സുകളുടെ സഞ്ചാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതിയതായി കൊണ്ടുവന്ന ആപ്പാണ് വിദ്യാവാഹൻ. 2024 പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം. 2024 പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭമാണ് കാർത്തുമ്പി കുടനിർമ്മാണം. കാർത്തുമ്പി കുടനിർമ്മാണമാണ് 2024 പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം. 2024 ഒക്ടോബറിൽ ബഹിരാകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച വാർത്താവിനിമയ ഉപഗ്രഹം. 2024 ഒക്ടോബറിൽ ബഹിരാകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച വാർത്താവിനിമയ ഉപഗ്രഹമാണ് ഇൻഡൽസാറ്റ് 33E. ഇൻഡൽസാറ്റ് 33E ആണ് 2024 ഒക്ടോബറിൽ ബഹിരാകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച വാർത്താവിനിമയ ഉപഗ്രഹം. അപ്പോൾ 2024 പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭമാണ് കാർത്തുമ്പി കുടനിർമ്മാണം. 2024 ഒക്ടോബറിൽ ബഹിരാകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച വാർത്താവിനിമയ ഉപഗ്രഹമാണ് ഇൻഡൽസാറ്റ് 33E. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാം? 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാം? MS സ്വാമിനാഥൻ, PV നരസിംഹറാവു, LK അദ്വാനി, ചൗധരി ചരൺ സിംഗ്, കർപ്പൂരി താക്കൂർ. ആരൊക്കെയാണ്? MS സ്വാമിനാഥൻ, PV നരസിംഹറാവു, LK അദ്വാനി, ചൗധരി ചരൺ സിംഗ്, കർപ്പൂരി താക്കൂർ എന്നിവർക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. അതിൽ LK അദ്വാനിയാണ് ഭാരതരത്ന നേടുന്ന 50ാമത്തെ വ്യക്തി. ലോകബാങ്ക് അംഗീകരിച്ച കേരളത്തിലെ കാർഷിക നവീകരണത്തിനുള്ള പദ്ധതി. ലോകബാങ്ക് അംഗീകരിച്ച കേരളത്തിലെ കാർഷിക നവീകരണത്തിനുള്ള പദ്ധതി ഏതാണ്? കേരയാണ് ലോകബാങ്ക് അംഗീകരിച്ച കേരളത്തിലെ കാർഷിക നവീകരണത്തിനുള്ള പദ്ധതി.
അപ്പോൾ 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവരാണ് MS സ്വാമിനാഥൻ, PV നരസിംഹറാവു, LK അദ്വാനി, ചൗധരി ചരൺ സിംഗ്, കർപ്പൂരി താക്കൂർ. ലോകബാങ്ക് അംഗീകരിച്ച കേരളത്തിലെ കാർഷിക നവീകരണത്തിനുള്ള പദ്ധതിയാണ് കേര. 2024 ഖേൽരത്ന അവാർഡിന് അർഹരായവർ ആരെല്ലാം? 2024 ഖേൽരത്ന അവാർഡിന് അർഹരായവർ ആരെല്ലാം? ഡി ഗുഗേഷ് ചെസ്, മനു ഭാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. ഡി ഗുഗേഷ് ചെസ്, മനു ഭാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ് എന്നിവർക്കാണ് 2024 ഖേൽരത്ന അവാർഡ് ലഭിച്ചത്. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് അഥവാ COP30 വേദിയാകുന്ന രാജ്യം. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് അഥവാ COP30 വേദിയാകുന്ന രാജ്യം ഏതാണ്? ബെലേം, ബ്രസീൽ. ബ്രസീലിലെ ബെലേമിലാണ് 2025 UN കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP30 വേദിയാകുന്നത്. അപ്പോൾ 2024 ഖേൽരത്ന അവാർഡിന് അർഹരായവരാണ് ഡി ഗുഗേഷ് ചെസ്, മനു ഭാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. 2025 UN കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP30 വേദിയാകുന്ന രാജ്യമാണ് ബെലേം, ബ്രസീൽ. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം. ISROയുടെ 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. കാർട്ടോസാറ്റ് 2 ആണ് ISROയുടെ 100ാമത്തെ ഉപഗ്രഹം. സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥ. സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥ ഏതാണ്? വിറ്റ്നസ്. വിറ്റ്നസ് ആണ് സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥ. കേരളത്തിൻ്റെ 23ാമത് ഗവർണർ ആയ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഏത് സംസ്ഥാനക്കാരനാണ്? കേരളത്തിൻ്റെ 23ാമത് ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഏത് സംസ്ഥാനക്കാരനാണ്? ഗോവ. അപ്പോൾ ഗോവയാണ് കേരളത്തിൻ്റെ 23ാമത് ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൻ്റെ സംസ്ഥാനം. അപ്പോൾ ISROയുടെ 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ്. കേരളത്തിൻ്റെ 23ാമത് ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഏത് സംസ്ഥാനക്കാരനാണെന്ന് ചോദിച്ചാൽ ഗോവ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 30 ക്വസ്റ്റ്യൻസ്. എല്ലാ വീഡിയോയിലും പറയും പോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്